നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ വൈക്കത്താണ് കേട്ടോ. നമ്മൾ വൈക്കം കായലിലേക്ക് പോവുക. അതാ കാണുന്നതാണ് കേട്ടോ കായൽ. വൈക്കം കായൽ കാണാനായിട്ട് പോവുകയാണ് ഞങ്ങൾ. വൈക്കം സത്യാഗ്രഹ സ്മാരകം. ഈ കാണുന്നതാണ് വൈക്കം സത്യാഗ്രഹ സ്മാരകം. അയിത്തത്തിനെതിരെ ഗാന്ധിജി, ശ്രീനാരായണ ഗുരു തുടങ്ങിയവർ നയിച്ച 603 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ സ്മാരക ഹാളാണ് കേട്ടോ അത്. അവിടെ കണ്ടോ, അതാണ് കായൽ. കണ്ടില്ലേ, കായലിൻ്റെ തീരത്തു കൂടെയാണ് നമ്മൾ നടന്നു പോണത്. ഈ സൈഡിൽ സത്യാഗ്രഹ ഹാളും പരിസരമൊക്കെയാണ്. ഇന്നിപ്പോൾ ഇവിടെ അഷ്ടമിരോഹിണിയുടെ ആഘോഷമുണ്ട്. എന്തൊക്കെയോ കൊടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ ഒന്ന് ബോട്ടിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ആൾക്കാർ വരണുണ്ടോ. ഇവർ ബോട്ട് ഇറങ്ങിയിട്ട് വരുന്ന ആൾക്കാരാണ്. വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും ബോട്ട് സർവീസ് ഉണ്ട്. അതായത് നമ്മുടെ ബസ് സർവീസ് പോലെ തന്നെ ഇവിടെ നിന്ന് ആലപ്പുഴ, എറണാകുളം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് യാത്ര ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവർ. ഇങ്ങോട്ട് വരുന്നവർ, അതിൽ നിന്ന് ഇറങ്ങി വരുന്നവർ. ടിക്കറ്റ് ചാർജ് 6 രൂപ. ആ ബോട്ടിൽ നമ്മളും കൂടി കയറാൻ തീരുമാനിച്ചു. ഒരു അനുഭവം. നിങ്ങൾ ആരെങ്കിലും ബോട്ടിൽ കയറാത്തവരുണ്ടെങ്കിൽ, ഇങ്ങനെ ബോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരിക്കും, ഇതുപോലെ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരൂ കേട്ടോ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങൾ കയറി ആ ബോട്ട് ജെട്ടിയിൽ നിന്ന് വിട്ടു, സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, കായൽ പരപ്പിലൂടെ നമ്മുടെ ബോട്ട് നീങ്ങി കേട്ടോ. ഇതെവിടേക്കാണ് പോണേ ഈ ബോട്ട് എന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല, ഞങ്ങൾക്കറിയണ്ടായിരുന്നില്ല. ബോട്ടിലൊന്ന് കയറുക എന്നുള്ള ഒരു അനുഭവം മാത്രം ഉദ്ദേശിച്ചുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇവിടുന്ന് നമ്മൾ കയറിയത് കേട്ടോ. ഈ വഴി അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ വരണ കണ്ടില്ലേ. KTDCയുടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് നോക്കാം. ചെറിയ ഓളപ്പരപ്പ് കണ്ടല്ലേ, ഓളം തള്ളുമ്പോൾ എന്ന് പറയില്ലേ, എന്താ നല്ല ഓളപ്പരപ്പിലൂടെ പോകുകയാണ് നമ്മുടെ ബോട്ട്. ഒന്ന് പിന്നാക്കം നോക്കിയപ്പോഴാക്കും നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ പേര് നിൽക്കണു, കുറച്ച് പേര് ഇരിക്കണു, ഉറങ്ങണു ഒക്കെ ഉണ്ട്. ദീർഘദൂരത്തെ യാത്രയാണല്ലോ, അപ്പോൾ ഉറങ്ങാനൊക്കെ വേണമെങ്കിൽ സമയം കിട്ടും. അപ്പം ഞാനിതിന് എവിടേക്കാണ് പോണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് എൻ്റെ തൊട്ടടുത്ത ഒരു കുട്ടിയോട് ചോദിച്ചു കാര്യങ്ങൾ. എവിടേക്കാണ് പോണേ? തവണക്കടവ്. കുറേ ദൂരം ഉണ്ടാ ഉള്ളൂ അല്ലേ? എത്ര? 6 രൂപയോ? നിങ്ങളെവിടേക്കാണ് പോണേ? തവണക്കടവ്. അപ്പുറത്തേക്ക് കിടക്കുമോ? നിങ്ങൾ ഇറങ്ങി പോവോ? ടൂറാണോ? അത് ശരി. നിങ്ങളുടെ വീട് അവരുടെ വീട് തവണക്കടവാ അല്ലേ? വൈക്കം. നിങ്ങൾ തവണക്കടവ്. ആദ്യമായിട്ട് വരുന്നതാണേ ഇവിടെ. ചോദിച്ചാൽ തവണക്കടവ് കഴിഞ്ഞ് പിന്നെ പോയത് വൈക്കത്ത് നിന്ന് തവണക്കടവ് എന്ന സ്ഥലത്തേക്കാണ് ഈ ബോട്ട് പോണത്. ഇതാണ് ഇവരുടെ റൂട്ട്, വൈക്കം ടു തവണക്കടവ്. ഇത് ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ഇവിടെ നിന്ന് ഡ്രൈവറുടെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോയി. ഡ്രൈവറുടെ പിൻഭാഗത്തായിട്ട് ഞാനും രാജേട്ടനും നിന്നു. അപ്പോൾ മുൻഭാഗം കാണാൻ സാധിക്കും. ഒരാൾ മുന്നിലിരിക്കുന്നുണ്ട്. ഡ്രൈവറുടെ അടുത്ത് തന്നെ നിന്നപ്പോഴേ മുന്നിലൊരാൾ ഇരിക്കണ കണ്ടു. തല കാണാൻ പറ്റും മുന്നിൽ. ആള് ഈ ബോട്ട് കരയ്ക്ക് എത്തുമ്പോൾ കയറുകൊണ്ട് അവിടെ പിടിച്ച് കെട്ടിടാനൊക്കെ ആയിട്ട് ഒരു ഹെൽപ്പറായിട്ടുള്ള ആളാണ് കേട്ടോ. ഒരാൾ കൂടി ഉണ്ട്, ഡ്രൈവറെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. 2 ഹെൽപ്പർമാരാണ് ഡ്രൈവർക്കുള്ളത്. നമ്മൾ ബസ്സിൽ കണ്ടക്ടർമാർ, ക്ലീനർമാരെന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ എനിക്കുള്ള സംശയങ്ങൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു. എത്ര ദൂരം ഓടിക്കും ഇവിടെ? ഈ തവണക്കടവിലേക്ക് 15 മിനിറ്റാ? അതെയാ? അത് തിരിച്ചു വരും അല്ലേ? അവിടേക്ക് പോണതോ?
അപ്പോൾ ഈ ബോട്ട് 15 മിനിറ്റ് കൊണ്ട് വൈക്കത്തുനിന്ന് തവണക്കടവിലെത്തും. തവണക്കടവിൽ നിന്ന് ചേർത്തലയിലേക്കൊക്കെ ബസ്സുണ്ട്. ഈ തവണക്കടവ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ പെട്ടതാണ്. ശരിക്കും റോട്ടിൽ കൂടെ പോകണമെങ്കിൽ അങ്ങോട്ട് എത്ര ദൂരം ഉണ്ടപ്പോൾ? വൈക്കത്ത് നിന്ന് ബസ് മാർഗം പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്, കൂടുതൽ പൈസയും വരും. എന്നാൽ ഇങ്ങനെ പോയാൽ 15 മിനിറ്റ് കൊണ്ട് തവണക്കടവിലെത്തും. തൊട്ടപ്പുറത്ത് റോഡാണ്. അപ്പോൾ ഒരുപാട് സമയലാഭമാണ്, പണലാഭമാണ്, പെട്രോൾ ലാഭമാണ്. ഈ കായലിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജലസസ്യം ഉണ്ട്, കണ്ടു. അപ്പം പൂവൊക്കെ ഉണ്ട്, നിറയെ സസ്യങ്ങൾ, ജലസസ്യങ്ങളുണ്ട്. പായലുകൾ, നല്ല ഭംഗിയുള്ള ചെടികളാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എൻ്റെ നോട്ടം എന്താ മുന്നിലേക്കാണ് കേട്ടോ. അവിടെ ചെറിയ എന്തോ കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? വാഹനം, ബോട്ടാണോ അറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ആ പോണത് ബോട്ട് തന്നെയല്ലേ ഇതുപോലത്തെ? അതിൻ്റെ പേര് ജങ്കാർ എന്നാണ് അത്ര. ജങ്കാർ, അതായത് നമ്മളിപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്യുന്നു മനുഷ്യർ, ജങ്കാറിൽ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിള്, കാറ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ അക്കരെ ഇതുപോലെ കൊണ്ടുപോകണമെങ്കിൽ ജങ്കാറിലാണ് കടത്തുക. ആ വാഹനത്തിൻ്റെ ഉടമസ്ഥനും അതിൽ കയറിയിരിക്കാം. കണ്ടോ, കണ്ടോ, അടുത്തടുത്ത് കാണാം. നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടത്. അതും തവണക്കടവിലേക്ക് തന്നെ പോണതാണ്. പായലുകൾ തൊട്ടടുത്ത് കാണാം, കണ്ടില്ലേ? അതുപോലെ ചേർത്തലയ്ക്ക് ഇവിടെ എളുപ്പത്തിന് ചേർത്തല എത്തുന്ന ഇങ്ങോട്ട് പോയാലല്ലേ? അത് ശരി. അവിടേക്ക് വേറെ ബോട്ടുണ്ടോ? ഈ ബോട്ട് ഇങ്ങനെ മാത്രം. അങ്ങകലെ കാണുന്ന ബോട്ട് ജെട്ടി എറണാകുളമാണത്രേ. അവിടേക്കും ഇതുപോലെ തന്നെ ബോട്ട് സർവീസ് ഉണ്ട്, ആൾക്കാർക്ക് പോകാം. അങ്ങോട്ട് പോയാലേ എറണാകുളമല്ലേ? ആൾക്കാർക്ക് ഇതല്ലേ, സൗകര്യമല്ലേ? പണ്ട് നമ്മുടെ അവിടെ വഞ്ചി കടത്ത് അങ്ങനെയല്ലായിരുന്നേ? ബസ്സിൽ പോണെങ്കിൽ കുറേ കാശ് വേണം. അതെന്താ അവിടെ ആ പച്ച കാണുന്നത്? അവിടെ അത് ശരി, ഇടക്കൂടെ ആഴം കൂടുതലാക്കുന്നുണ്ട് അല്ലേ? അത് ശരി. ഇവിടെ നിലയൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക്, ആഴമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അതൊക്കെ ആര്യേഷിച്ച് ചോദിക്കും. തൃശ്ശൂരാ? അമ്പലത്തിൽ. ഈ ബോട്ട് സർവീസ് രാത്രി 9:20 വരെ ഉണ്ട് അത്രേ. ആ വലിയ കെട്ടിടം എന്തായിരിക്കും? അതെ, എന്തെങ്കിലും ഡാമേജ് ഒന്നും ഉണ്ടാവൂല്ലേ? അങ്ങനെ. ആ റിസോർട്ട് പണിതാണ്, അത് സ്റ്റേ ആക്കാരനെ ഇപ്പം അത് പണി കഴിയാണ്ട് കിടക്കാം. അതെ, നല്ല കാശല്ലേ റിസോർട്ട് പണിതാല്? ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരില്ലേ? സാറിൻ്റെ വീട് ഇവിടെ അടുത്താ? കോട്ടയാ? നിങ്ങൾ
ഞങ്ങൾ കോട്ടയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ. എത്താറായിന്നാ തോന്നണത്. ജങ്കാറ് ദിശ മാറി തുടങ്ങി, കണ്ടോ, നീങ്ങിയിട്ടുണ്ട്, കുറച്ച് റൈറ്റിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ജങ്കാറ്. നമ്മളിവിടെ ആ ദൂരെ കാണുന്ന ആ കെട്ടിടം ഒരു റിസോർട്ട് പണിയാനായിട്ട് തുടങ്ങിയതാണ് അത്രേ. അതിനെന്തോ കാരണവശാൽ സ്റ്റേ ഓർഡർ വന്നു, പണി നിർത്തി വച്ചിരിക്കുകയാണ്. ഗംഭീര കെട്ടിടമാണല്ലേ. ഞങ്ങളിതിൽ കയറാൻ വേണ്ടി ഇതിൽ പറ്റും. തിരിച്ചെത്തൂല്ലേ? വീണ് ഞങ്ങൾ എടുക്കണം. അതെ അല്ലേ, അത് ശരി. അത് ശരി. അപ്പം അങ്ങോട്ടുള്ള കാശാണ് 6 രൂപ. ഇങ്ങോട്ട് വീണ്ടും അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. സാരില്ല, ഇതൊരു നല്ല അനുഭവം അല്ലേ. വീണ്ടും എടുക്കണം അല്ലേ? നമ്മളവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ തന്നെ തിരിച്ച് വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ആ സാറ് പറഞ്ഞു അവിടെ ചെന്നിട്ട് തിരിച്ച് വരാനുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണമെന്ന്. നമ്മളിപ്പോൾ ഒരു ലൈൻ ബസ് പോലത്തെ അല്ലെങ്കിൽ ഒരു കടവിലത്തെ ഒരു വഞ്ചിയിലല്ലേ കയറിയിരിക്കണത്. അപ്പോൾ അങ്ങോട്ട് പോയാൽ അതേ പൈസ തന്നെ ഇങ്ങോട്ടും കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾക്ക് ഇവിടെ എത്താനായിട്ട്. നമ്മുടെ വണ്ടി അവിടെ എത്താറായിട്ടോ, നോക്കൂ, ഇപ്പം എത്തും. അങ്ങനെ നമ്മൾ ഇവിടെ ഈ കരയിൽ നമ്മുടെ വഞ്ചി, മറ്റേ കരയിൽ നോക്കൂ ആൾക്കാർ ഇറങ്ങുന്നു. നമ്മുടെ ബോട്ടിലത്തെ ആൾക്കാരൊക്കെ ഇറങ്ങണു, കണ്ടോ. ഞാനും ഇറങ്ങണമെന്ന് വിചാരിച്ചു, ഇറങ്ങിയാൽ അവിടേക്ക് ഒന്ന് കാണാമല്ലോ. പക്ഷെ കുറച്ച് നേരമേ ഇവരിവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ വഞ്ചിയിലിരുന്നു. മോൻ പോയിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾക്ക് 3 തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഇതുപോലെ അപ്പുറത്ത് ജങ്കാറും എത്തി. ജങ്കാറിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങിത്തുടങ്ങി, കണ്ടോ. കാറുണ്ട്, ബൈക്കുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട്. ഈ സൈഡിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ ആ വാഹനങ്ങളുടെ ഉടമസ്ഥന്മാരായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് പിടിക്കാൻ പറ്റിയില്ലേ. അപ്പം ഞങ്ങളുടെ ഡ്രൈവറും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ ഞങ്ങളുടെ ബോട്ടിനെ അവിടെ കെട്ടിയിട്ടു. അപ്പുറത്ത് ജങ്കാറ് നോക്കി ഞാൻ അങ്ങനെ ഇരുന്നു കുറേ നേരം. അതേപോലെ ജങ്കാറ് ഇറങ്ങി ആൾക്കാരും വണ്ടികളും ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ആൾക്കാർ ഇതിനുള്ളിലേക്ക് കയറും. തവണക്കടവിലാണ് നമ്മൾ നിൽക്കണം കേട്ടോ. തവണക്കടവിലെത്തി. ജങ്കാറിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വണ്ടികൾ ഇറങ്ങിക്കഴിഞ്ഞു, പിന്നാലെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് എനിക്ക് കൗതുകകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. എന്നെപ്പോലെയും കുറേ ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിൽ ആൾക്കാരെല്ലാവരും ഇറങ്ങി. ഞാൻ രാജേട്ടനൊക്കെ അവിടെ ബാക്കിയുള്ളൂ. ആൾക്കാർ കയറി തുടങ്ങി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? തവണക്കടവ്. അതെ അതെ. ഇത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല. ശരിക്കും അപ്പോൾ വൈക്കത്തുനിന്ന് ഇങ്ങോട്ട് ബസ്സിന് വരണമെങ്കിൽ എത്ര ദൂരം ഉണ്ട്? കുറേ ജങ്കാറിൽ സാധനങ്ങൾ കയറ്റി തുടങ്ങിയണ്ട. അതിന് കാശ് കൂടൂല്ലേ? വണ്ടി കയറ്റുന്നതിന് കാശ് കൂടൂല്ലേ? 20. അത് ശരി. അതെ. തവണക്കടവ് ഈ സ്ഥലത്തിൻ്റെ പേര്. അത് കൂടെ പറഞ്ഞ കുറേ ദൂരമുണ്ട്.
അവിടെ ഒരാൾക്കാരുടെ വീടിൻ്റെ അവിടെ വഞ്ചി ഇറക്കണുണ്ട അറ്റത്ത് സ്വന്തമായിരിക്കും മീൻ പിടി അതന്നെ. ആൾക്കാരും കയറുന്നുണ്ട് വഞ്ചി. എനിക്കാണ് ആ വണ്ടിയിലുള്ള ആൾക്കാർ അതിനുള്ളിൽ കയറും. ഇപ്പം 50 രൂപ കാറിന് കൊടുക്കുകയാണെങ്കിൽ ഇതിലാകുമ്പോൾ 30. അതിൽ കയറാൻ പൈസ വേണം. എന്നിട്ട് ഒപ്പം എത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എത്തും. എന്തൊരു അല്ലേ വലിപ്പം. അതെ, പക്ഷേ KSRTC പോലത്തെ ബസ്സായിട്ട് വണ്ടിയായിട്ടാണ് അത്. രാത്രി 9 വരെ സർവീസ് ഉണ്ടെന്ന് ഇവർക്ക് ചോദിച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, ഡ്രൈവറോട്. പക്ഷെ അങ്ങോട്ട് ഉണ്ടാവില്ല, ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ. ടൂ സൈഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ലാസ്റ്റ് ചിലപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. സൂപ്പർ. നമ്മൾ വന്നിട്ട് നഷ്ടമായേനെ ചേട്ടാ, വന്നിട്ട് നഷ്ടമായേനല്ലേ. പക്ഷെ കൊച്ചിയിൽ എനിക്ക് ഇതുപോലെ തോന്നിയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ബാക്കടിച്ചൊക്കെ കയറ്റല്ലേ വണ്ടികളെ കണ്ട. വണ്ടി ബാക്കടിച്ച് എന്ത് നേരത്തെ നമുക്ക് ഈ സൈഡിലേക്ക് കിട്ടിയത്. ഇവിടെ ഫോർട്ട് വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഒരുപാട് അല്ല പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് എടുക്കുന്നത്. ചേട്ടാ വലിയ വണ്ടി കയറ്റിയത് കണ്ടോ? വലിയ വണ്ടി കയറ്റിയത് കണ്ടോ? ഇത്ര ഭാഗം മുകളിലുണ്ടെങ്കിൽ അത്രയും ഭാഗം താഴ്ചയിലുണ്ടാവില്ലേ? നോക്കൂ, ആ ജങ്കാറിൽ നിറഞ്ഞു കേട്ടോ. എന്ത് വേഗം നിറഞ്ഞല്ലേ. ഒരു ബസ് വരുമ്പോഴും നിറയില്ലേ, അതേപോലെ വണ്ടി നിറഞ്ഞു, അത് നിറഞ്ഞു. ആൾക്കാരും നിറച്ചിട്ടുണ്ട്, വാഹനങ്ങളും നിറച്ചിട്ടുണ്ട്. കണ്ടുവോ? അമ്മോ, ദേ കയറണു. അങ്ങനെ 2 വാഹനങ്ങളും നിറഞ്ഞു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അങ്ങേറ്റത്തൊരു വഞ്ചി കിടക്കുന്നുണ്ട്. ജങ്കാറ് ഫുള്ളായി. അവർ മണിയടിച്ചു കേട്ടോ. അതേ സ്റ്റാർട്ട് ചെയ്തു അവിടെ. യെസ്, അവർ നമ്മളെ മുന്നിലായിരിക്കും അവർ പോവുക കേട്ടോ. ആദ്യം അവരെ വിടുക, പിന്നെ നമ്മൾ നോക്കാം. തിരിക്കുന്നുണ്ട് അല്ലേ? ആണോ? ഇതിന് മുകളിലാണ് ഡ്രൈവർ. കണ്ട നമ്മളും സ്റ്റാർട്ടായി. ഇയാളോട് പറയുന്നുണ്ട് നമ്മുടെ ബോട്ടും സ്റ്റാർട്ടായിട്ടോ. അതാ ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മുന്നിൽ നിന്ന് ഇവിടെ നിന്ന് കാണാം. അത് അങ്ങോട്ട് തിരിച്ചു, ഇത് ഇങ്ങോട്ട് തിരിക്കും. അതതിൽ അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകും. വാട്ടർ ടാങ്കുകള് ഒരുപാട് വാട്ടർ ടാങ്ക് അത് ആഴം കാണിക്കാനുള്ളതാണ്. ദിശ കാണിക്കാനാണ്. ഇടയിൽ കൂടെ ഇവര് പോവുള്ളൂന്ന്. അത് അങ്ങനെ ഇട്ടേക്കണ്ട. അങ്ങോട്ട് പോയതല്ലാന്ന്. ഈ 2 ഇടയിൽ കൂടെ ഒരു യാത്ര ചെയ്യാന്ന്. ആഴം നോക്കിയിട്ട് ദിശ ഞാൻ ചോദിച്ചു, പറഞ്ഞു. ആയിരിക്കും ദിശ കാണിക്കാനായിട്ട്. നമ്മളാ മുമ്പ് പണിയുന്നുണ്ട്. നമ്മളെ ഈ പ്രശ്നം മുമ്പ് അല്ലേ ജങ്കാറ് വന്നിട്ടില്ല, പിന്നില്ല. ഇടക്കിടയ്ക്ക് പായൽ കണ്ടോ? ചെറിയ പൂട്ടി ചേട്ടാ അതില്.
വീടുകൾ കണ്ട. ഗൈഡ് ഉണ്ടാവുന്നു. നേരത്തെ അവരോട് ചോദിച്ചിട്ട് മനസ്സിൽ ഒരു വഞ്ചിയുടെ ആകൃതിയിൽ ഒരു ഇത് കണ്ട ചേട്ടാ. അവിടെ വഞ്ചിയുടെ ആകൃതി അവിടെ നോക്കത് അതെന്തായിരിക്കും? വീട് അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാൻ പറ്റില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഹോട്ടലാ ഹോട്ടലാ അതെ അതന്നെ റെസ്റ്റോറൻറ്റ്. ഇത് ഹോട്ടലാണ്. മോട്ടൽ ആരാ എത്തിയപ്പോഴ നമ്മളിവിടുന്ന് കയറി എത്തി. സ്ഥലത്തി അവിടെയാണ് മറ്റേത് എത്തുക. ഏത് ജങ്കാർ എത്തുക. നമ്മൾ നേരത്തെ കണ്ടില്ലല്ലോ. ഇതെന്താണ്? ഇത് വേറെ ബോട്ട്, ഇത് വേറെ സ്ഥലത്തേക്ക് പോണതായിരിക്കും. ഇറ്റ്സ് നോട്ട് ജങ്കാർ. ഇത് ആൾക്കാർ പോണതാ. നമ്മളിവിടെ നേരത്തെ കയറിയത്. സ്വപ്ന മാംഗല്യം. നമ്മുടെ ബോട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ അപ്പുറത്തൊരു ബോട്ട് ഇതാ പോവാൻ തയ്യാറായി നിൽക്കണു കേട്ടോ. അത് വേറെ എവിടേക്കോ ആണ്. ഇതാ ഡ്രൈവറും കണ്ടക്ടറും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എല്ലാ ജീവനക്കാരും വരുന്നുണ്ട്. ആൾക്കാരൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അതിൽ ഇതാ അയച്ചു വിടുകയാണ് കേട്ടോ. മെല്ലെ 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 തുറന്നു. ഇനി വിടും. അപ്പോഴേക്കും ആരും വരുന്നു, ഓടി വരുന്നുണ്ട് കേട്ടോ. 3 പേരും കൂടി ഓടി വരുന്നുണ്ട്. അവർക്കും കൂടി ഇതിൽ പോകേണ്ടതാ. എത്ര പെട്ടെന്ന് എത്തുന്നറിയോ നമ്മളുടെ ഫിനിഷിങ്, എന്താ പറയുക, നമ്മളുടെ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഈ ബോട്ട് സർവീസ് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് അതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കാം, ഒരു ചെറിയ അറിവായിരിക്കാം. ഇതാ ഇവർ പുറപ്പെടുകയാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ടായി. യെസ്, ഇതാ നമ്മളുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ് ഈ പോണത് കേട്ടോ. 1 by 1 ആയിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ വണ്ടി സ്റ്റാർട്ടും ആയി. അമ്പോ എല്ലാവരും പോണു. ഇതാ നമ്മുടെ വണ്ടിയിലത്തെ ആൾക്കാരും ഇറങ്ങിയതേ. നമ്മുടെ ഡ്രൈവർ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഡ്രൈവർക്ക് പ്രത്യേകം നന്ദി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് സുഖമായിട്ട് ഒരു ബോട്ട് യാത്ര കിട്ടിയതിന് ഈ വൈക്കം കായലിനും നന്ദി. വൈക്കം കായൽ രാജേട്ടനും ഇറങ്ങി.
ഞാനും ഇറങ്ങുകയാണ് കേട്ടോ. യെസ്, അതെയോ? അവിടുന്ന് പോവാലോ, നമുക്ക് വേണമെങ്കിൽ നോക്കാമല്ലോ. ഒരു ചായ കുടിച്ചിട്ട് പോരാം. കിച്ചനോട് കിച്ചു, നമുക്ക് അവിടെ ചായ കുടിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ഇത് ജങ്കാറാണ്, ഇതിൻ്റെ മുമ്പിൽ വന്നതാ. കല്ലാട്ടിൽ വെഞ്ചുവേഴ്സ്, നോ സ്മോക്കിംഗ്, സേഫ്റ്റി ഫസ്റ്റ്. നമ്മളുടെ ബോട്ടിൻ്റെ ഒപ്പം തന്നെ തവണക്കടവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജങ്കാറാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് അടുത്ത് നിന്ന് കാണാം, വണ്ടികൾ ഇറക്കണതൊക്കെ ഒന്ന് കാണാം കേട്ടോ. കായലിലെ ഓളങ്ങൾ അലയടിക്കുന്നത് കാണാം. 1 2 3. ഈ വണ്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇറങ്ങണമെങ്കിൽ. KIV KDR FR എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വായിക്കുക. അതൊക്കെ രജിസ്റ്റർ നമ്പറാല്ലേ? ഈ വണ്ടി എവിടെയെങ്കിലും മിസ്സായി പോയി നിൽക്കുക, എവിടെയെങ്കിലും അവര് ഈ വണ്ടിനെ ഐഡന്റിഫൈ ചെയ്തെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഈ നമ്പർ വെച്ചിട്ടല്ല, അത് കല്ലാട്ടിൽ വെഞ്ചേഴ്സ് അല്ല അല്ലേ? അത് രജിസ്റ്റർ ചെയ്തതല്ലേ അല്ലേ? ഈ സംഭവം നോക്കി ഇങ്ങനെ താഴെ പോയിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് പോവാല്ലേ? ഇനിയിപ്പോൾ കണ്ടില്ലേ ഇറക്കണത്? നടക്കട്ടെ. നല്ല രസമല്ലേ കാണാൻ? NSSൻ്റെ പതാക ഉയർന്ന് ചലിക്കുന്നുണ്ടില്ലേ അവിടെ? നീളമുള്ള പതാക ആയിരിക്കാം. വണ്ടികൾ റിവേഴ്സ് എടുത്ത് കയറിയ വണ്ടികൾക്ക് നേരെ പോവാം. എൻ്റെ അടുത്ത വണ്ടികൾക്ക് അവസാനം റിവേഴ്സ് എടുത്ത് പോകാൻ പറ്റില്ല. ഇവിടെ അടുത്ത ആൾക്കാർ കയറി തുടങ്ങി പിടിക്കട്ടോ. അത് പാസഞ്ചേഴ്സാണ്, അവര് ജസ്റ്റ് പബ്ലിക്കാണ്. അവിടെയുള്ള ആൾക്കാർ പബ്ലിക്കാണ്. പബ്ലിക്കിന്റെ ഫോൺ എടുക്കാം, പാസഞ്ചേഴ്സിന്റെ ഫോൺ എടുക്കാൻ പാടില്ല. പ്രൈവസിയുടെ ബ്രീച്ചാണ്. ജലമാർഗമാണത്രേ റോഡ് മാർഗത്തിനേക്കാളും വേഗത്തിലെത്തുന്ന ഒരു മാർഗം, ജലമാർഗം. ഇനി ആൾക്കാർ ഇറങ്ങുമല്ലേ? 15 മിനിറ്റ് കൊണ്ട് നമ്മൾ തവണക്കടവിലെത്തി. ആ വണ്ടി വന്നപ്പോഴേ വെള്ളം ഓണം നല്ലണ്ട. നമ്മളങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഇതാണ് ജങ്കാറിന്ന് തിരക്കണത് അല്ലേ? ഇതന്നെ വഴി, ഇവർക്കുള്ള വഴി. റെസ്റ്റ് ഹൗസ് അത് നമ്മൾ കണ്ടത്, നേരത്തെ കണ്ടത്. ഓ ഇത് PWDയുടെ റെസ്റ്റ് ഹൗസാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ താമസിക്കാനുള്ള സൗകര്യം കിട്ടും. അത്രേ അന്വേഷിക്കാനായിട്ട് അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. പക്ഷെ ഞാൻ അന്വേഷിച്ച വിവരം അറിയണ്ടേ. ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുക. 600 രൂപ നോൺ AC റൂമിന്, പിന്നെ 2000 രൂപ AC റൂമിന്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നു. PWDയുടെ റെസ്റ്റ് ഹൗസ്, ലേക്ക് സൈഡ് കിച്ചൺ, ഫാമിലി റെസ്റ്റോറൻറ്റ്. ഓഹോ, അതിന് മുന്നിലൊരു നല്ല മരം നിൽക്കുന്നുണ്ട് കേട്ടോ. മരത്തിന്മേൽ ഒരു ചെടി കയറിയിട്ടുണ്ട്, വയലറ്റ് പൂവുള്ള ചെടി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. മോട്ടൽ ആരാം റെസ്റ്റോറൻറ്റ്. പറ്റുമോ? എത്ര രൂപ വാടക? നമുക്ക് റൂം എടുക്കാം. ഒരു റൂമിന് 600 രൂപ പേർക്ക്. പക്ഷെ നോൺ AC ആണ്. പിന്നെ AC ആവശ്യമില്ല. പിന്നെ ഇത് എന്താ പറയുക,
AC ആണെന്നുണ്ടെങ്കിൽ 2000 രൂപ. ഓക്കെ അതേപോലെ ശബ്ദം കേൾക്കണേ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടാ ആ വണ്ടി വന്നപ്പോഴേ പോവാൻ കടപ്പം നോക്കിയിട്ട് വരാം. നമ്മൾ ബോട്ടിലിരിക്കുമ്പോൾ കണ്ട ഒരു റെസ്റ്റോറൻ്റാണ് മോട്ടൽ ആരാം എന്നു പേരുള്ള ഒരു ഭക്ഷണശാലയാണ്. അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാണ്. അടിപൊളിയല്ലേ? പക്ഷേ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടെ എല്ലാത്തരം ഭക്ഷണമുണ്ട്. കൂടുതലും ബീറും വൈനും ഒക്കെ തന്നെയാണെന്നാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോരാണ് ചെയ്യണത് കേട്ടോ അവിടുന്ന്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ അവിടെ ഒരു പാർക്ക് കണ്ടു. അതിന് മുൻപായിട്ട് കുറച്ച് മുളക് ബജ്ജി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കട കണ്ടു. അവിടെ നിന്ന് ഒരു 3 മുളക് ബജ്ജി വാങ്ങി തിന്നു. സോസ് മതി കേട്ടോ. സോസ് തന്നെ അത് കുഞ്ഞു കുട്ടികൾക്കുള്ള സ്ഥലം കേട്ടോ. പിന്നെ ഞാനും ചേട്ടനും ഈ പാർക്കിൽ പോയി ഒന്ന് ചുറ്റിയടിച്ചു. അതിമനോഹരമായ പാർക്ക്. കേട്ടാ എത്ര രസമായിട്ട് പിടിച്ച് നന്നായിട്ട് കിട്ടി കേട്ടോ. അടിപൊളി. രസമുണ്ടല്ലേ? ആന വിളക്കുമരമാണ്. വിളക്കുമരം ചുറ്റും താമ കുളത്തിൽ ഉള്ള സ്ഥലം നല്ല രസമായിട്ടില്ലേ? ഉള്ള സ്ഥലമൊക്കെ അടിപൊളിയായിട്ട്. ശ്രീമതി CK ആശ MLA-യുടെ 18-19 ആസ്തികരിച്ച പടുപുഴയിൽ നിർമ്മിച്ചതാണ്. എന്ത് ഈ വിളക്കുമരം? ആ വിളക്കുമരവും അല്ലാണ്ട് പിന്നെ ഇത് വേണോ? ഇവിടെ ഉണ്ടല്ലോ ചേട്ടാ. സോളാർ എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഫെറി.
ബോട്ടാണത്. ഇവിടെ ഇരിക്കാൻ സ്ഥലല്ലേ കേട്ടോ, ഫുള്ളാ കണ്ടാ. എനിക്ക് ഇന്നത്തെ ഈ യാത്ര നല്ല ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരൂ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, അവസരം കിട്ടുകയാണെങ്കിൽ വന്ന് കാണണം കേട്ടോ. നല്ല ബോട്ട് യാത്രയും